ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട്. കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ്. ഒരുപാട് ഇവരുടെ ഈ പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പലരെയും പല സ്ഥലത്തും ഇവർ കുടുക്കിയിട്ടുണ്ട്. സുജിത് ദാസ് IPS വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു എന്നൊക്കെ അറിയോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, അറിയില്ല. അയാൾ കസ്റ്റംസിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ, കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കസ്റ്റംസിലൊരു സെക്ഷനാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലെ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പിടിക്കുന്നല്ലേ? അങ്ങനത്തെ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പോൾ തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വഴി കിട്ടും. അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ആരാണ് നമുക്ക്? നിങ്ങൾ ശരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട്. ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല, ഇത് അയക്കുന്നവനും അറിയില്ല. ഓല് വിചാരിക്കും അവരുടെ ഈ പാക്കിംഗ് സിസ്റ്റത്തിൽ അവിടെ രക്ഷപ്പെട്ടു പോയതാണ്. കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ ഇവനെ കടത്തിവിടുക. അപ്പൊ പുറത്തു നിൽക്കുന്ന പോലീസിന് വിവരം, ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ്, അതൊക്കെ വരാൻ പോണുള്ളൂ. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണി എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് തോന്നും എന്താണ് എന്നാ കസ്റ്റംസിനെ അവിടെ പിടിച്ചാൽ പോരെ? കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പം എന്താ അറിയോ? അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. 2 പോലീസുകാർ അപ്പുറത്ത് വന്ന് ചാടിക്കൊന്ന് വിടറാന്നാണ്. ഇവരെ കേന്ദ്രത്തേക്ക് പോവാ. അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ, കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV എന്നവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തും, കോടാനക്കോടി റുപ്യയുടെ സ്വർണ്ണം പിടുത്തും. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോ 60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് സ്റ്റാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും അന്വേഷിക്കട്ടെ. ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ്. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.